ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. ഇപ്പൊ സമയം എത്ര എന്നറിയോ? ഇപ്പം 4:30. ഹലോ ഹലോ ഹായ്. ഞങ്ങൾ രാവിലെ 4:30 എങ്ങോട്ട് പോകുന്നറിയാവോ? ഒരു ചെറിയ ട്രിപ്പ് പോണ്. രണ്ടുപേരും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവാം. പിന്നെ സ്റ്റീവ് ഉണ്ട്. സ്റ്റീവും കൂടി കൊട്ടി ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോണ് ഗൈസ്. എങ്ങോട്ടേക്കാണെന്ന് സ്റ്റീവിനോട് ചോദിക്കാം നമുക്ക്. സ്റ്റീവ്, നീയാണ് സ്റ്റീവ്. സ്റ്റീവ് നമ്മളങ്ങോട്ട് പോവാ. സ്റ്റീവ് ഗൈസ്, ഇന്നത്തെ ഗൈഡ് നമ്മുടെ സ്റ്റീവാണ്. സോ ഗൈസ്, ഞങ്ങളുടെ ട്രിപ്പ് ഇത് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ആത്മാർത്ഥതയാണല്ലോ. രാവിലെയൊക്കെ എഴുന്നേറ്റ് പോകും. ഞങ്ങൾ 4:30 ഇറങ്ങിയിട്ടുണ്ടായി. ആൻഡ് നമ്മുടെ റോഷൻ കാക്ക അഥവാ സ്റ്റീവ് പറഞ്ഞതുപോലെ നമ്മളിന്ന് കോഴിക്കോടൊക്കെ പോകുന്നത്. ഇത് കണ്ടോ, ഫറൂഖ് പാലാണ് ഗൈസ്. നല്ല കളർഫുൾ പാലാണ്. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാട്ടോ. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെയായി. ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ദിസ് ഈസ് റോഷൻ കാക്ക, ഓൾസോ നോൺ ആസ് സ്റ്റീവ്. ആൻഡ് അടുത്തതാണ് നമ്മുടെ അസി. ആക്ച്വലി ഈ പുള്ളി നമ്മുടെ നീലക്കുറിഞ്ഞി വ്ളോഗിനകത്ത് ഉണ്ടായിരുന്നു. ആൻഡ് നൺ അതർ ദാൻ ഷാമിൽ ബിൻ സെയ്ദ്. ഗൈസ്, ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ പോവാം. റോഷൻ കാക്കാത പറഞ്ഞ ഹോട്ടൽ, ഇടയിലെ ഹോട്ടൽ. യെസ് ഗൈസ്, ഇടയിലെ ഹോട്ടലിലേക്ക് പോവാണ് ഞങ്ങൾ. ഈ കോഴിക്കോട് ട്രിപ്പിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനല്ല, ഫുഡ് എക്സ്പ്ലോർ ചെയ്യല. അതേ കുറേ ഫുഡ് സ്പോട്ട്സ് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇടയിലെ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലാണ്. ആക്ച്വലി ഇത് അത്യാവശ്യം നല്ല ഫേമസാണ്. കുറേ ഫുഡ് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെ നല്ല തിരക്കുമായിരുന്നു കേസ്. ഏകദേശം ഒരു 5 മിനിറ്റ്സ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും പഴംപൊരിയും പിന്നെ ഉപ്പുമാവും ബീഫ് ചില്ലിയും സ്റ്റൂവും പുട്ടും ഒക്കെ ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പഴംപൊരി ബീഫ് എന്ന് പറയുന്നൊരു കോംബോ ഞാനിവിടെ ട്രൈ ചെയ്ത്. ആൻഡ് ആക്ച്വലി എന്താ പറയുക, എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഡൈജസ്റ്റായി പോവും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഐ റിയലി ലൈക്ക് ഇറ്റ് ഗൈസ്. ഐ റിയലി ലൈക്ക്. എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ച ബെസ്റ്റ് പഴംപൊരി എന്ന് പറയുന്നത് ഈ ഇടയിലെ ഹോട്ടലിലെ പഴംപൊരിയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും കോഴിക്കോട് വന്നേല്ലേ, ഉച്ചവരെ അടുത്ത ഫുഡിനുള്ള സമയമുണ്ടല്ലോ. ഞങ്ങൾ നേരെ കരിയാത്തുംപാറയിലേക്ക് പോയി. കരിയാത്തുംപാറ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ വരുമ്പോൾ ഉള്ള സ്പോട്ടാണ് കരിയാത്തുംപാറ. ഹായ് ഗൈസ്, ഷാമിൽ ബിൻ ഷെയ്ദ്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ കരിയാത്തുംപാറ എത്തിയിട്ടുണ്ട്. ഒരു ഒളിഞ്ഞു നോട്ടക്കാരനെ കണ്ടോ? കാറിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്. സ്വന്തം കാറിൽ ഇതാണോ ഉണ്ടോടോ കാറിനകത്തോട്ടൊക്കെ ഒളിഞ്ഞു നോക്കാൻ? റോഷൻ കാക്ക ഈ മുണ്ടൊക്കെ കൊടുത്താവാന്ന് ദീപൻ എന്താ ഈ കാണിക്കുന്നതെന്ന് ഇവന് മാത്രമേ അറിയൂ ഗൈസ്. അപ്പോൾ ഈ സ്പോട്ടാണ് നമ്മൾ പറഞ്ഞ കരിയാത്തുംപാറ എന്ന് പറയുന്നത്. ആക്ച്വലി ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് തന്നെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 10-10:30 ആയപ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറേ ഫാമിലീസ്, കുറേ ട്രാവലറിലൊക്കെ ആൾക്കാർ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സ്ഥലത്തേക്ക്. അത്യാവശ്യം നല്ല കിടിലും പച്ചപ്പും ഹരിതാപവും നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു ഇത്. അവിടെ നിന്ന് കുറേ അധികം ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ അത് ഈ വെള്ളം കണ്ടോ, ഈ വെള്ളത്തിൽ കൂടെ നടന്ന് നമുക്ക് അപ്പുറത്തെ സൈഡിലൊക്കെ പോകാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ വെള്ളത്തിൽ കൂടെ നടന്ന് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നല്ല കൈൻഡ് ഓഫ് പീസ്ഫുൾ സ്ഥലമായിരുന്നു. പിന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ അത്യാവശ്യം എടുക്കേണ്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് കൊടയാണ്. അതായത് രാവിലെ പോകുമ്പോൾ അത്യാവശ്യം നല്ല വെയിലായിരിക്കും. 10-11 മണി എന്നൊക്കെ പറയുന്നത് നല്ല അടിപൊളി വെയിലായിരിക്കും. കരിഞ്ഞുണങ്ങി തിരിച്ച് വീട്ടിൽ വരണ്ടെങ്കിൽ ഒരു കുട എടുത്തേക്ക്. പിന്നെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോയി. ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12:30 ആയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വിശന്ന് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ കോഴിക്കോടുള്ള നമ്മുടെ ഫേമസ് കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിലേക്ക് പോയി. വീഡിയോസിലും എല്ലാത്തിലും കണ്ടതുപോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഉച്ച സമയത്ത് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു ഗൈസ്. ഏകദേശം ഒരു 10-15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. നല്ല അടിപൊളി, എന്താ പറയുക, നല്ല താഴെയും മേളിലൊക്കെ അവർക്ക് ഡൈനിങ് സ്പേസ് ഉണ്ട്. പക്ഷേ അതേപോലെ നല്ല തിരക്കുമുണ്ട്. അങ്ങനെ ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ സീറ്റ് കിട്ടി. ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണിയും ഒരു ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ ഫ്രൈയും ആയിരുന്നു ഓർഡർ ചെയ്തത്. ആൻഡ് മിൻലയും ഓർഡർ ചെയ്യാൻ നോക്കി, പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. ഗൈസ്, ഈ കുറ്റിച്ചിറ ബിരിയാണി ഈസ് മസ്റ്റ് ഐ ഐറ്റം ഗൈസ്. അടിപൊളി നല്ല കിടിലം ബിരിയാണിയായിരുന്നു. ആൻഡ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം കാറിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ SM സ്ട്രീറ്റിലേക്ക് പോയി.
ഈ എസ് എം സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ നടന്നു പോകുന്നത് ഈ ഒരു മാർക്കറ്റ് വഴിയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മാർക്കറ്റിലൂടെ നടന്നു പോയത്. കാരണം അവിടെ എല്ലാം ഉണ്ട്, എ ടു സെഡ് സാധനങ്ങൾ അവിടെ ഉണ്ട് ഗൈസ്. ആൻഡ് അതും ഒരു കിടിലം എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും വലിയൊരു മാർക്കറ്റിൽ കൂടെ നടക്കുക എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞങ്ങൾ നേരെ എസ് എം സ്ട്രീറ്റിൽ പോയി കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി. അങ്ങനെ പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല. പിന്നെ ഹൽവ മേടിച്ചു കേട്ടോ, നല്ല കിടിലം കോഴിക്കോടൻ ഹൽവയും മേടിച്ച് ഞങ്ങൾ നേരെ ഒരു ഈവനിങ് വരെ ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നു. ബീച്ചിലേക്ക് വന്നാൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ഉണ്ടായിരുന്നു. എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ബീച്ചിൽ മാത്രം കിട്ടുന്ന ഐസ് വരത്തി. ആക്ച്വലി ആ ബീച്ചിൽ ഒരുപാട് എന്താ പറയുക ഐസ് വരത്തി ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടായിരുന്നു. നല്ല എന്താ പറയുക നല്ല അടിപൊളിയാണ്. ഭയങ്കര എന്താ പറയുക നല്ല തിരക്കും ഉണ്ടായിരുന്നു ആ സമയത്ത്. അവിടെ ഹൊർത്തൂസ് ആ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല തിരക്കുണ്ടായി. അപ്പം ഞങ്ങളിത് ഈ കടയിൽ നിന്നായിരുന്നു ഐസ് വരത്തി മേടിച്ചത്. ആക്ച്വലി അത് കിട്ടില്ല കേട്ടോ. നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതേ ഇവിടെ നിന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഐസ് വരതിയും കഴിച്ചു. ഞാൻ ആദ്യമായിട്ടല്ല കഴിക്കുന്നത്, പക്ഷേ എൻ്റെ കൂടെ വന്നവർ എക്സെപ്റ്റ് റോഷൻ കാക്ക ബാക്കി രണ്ടുപേരും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. അവർക്കും അത് എന്താ പറയുക ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐസ് വരതി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ചായ കുടിക്കാൻ പോയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്തത് 2 കല്ലുമ്മക്കായും. ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് പോയതാണ് കല്ലുമ്മക്കായ. അങ്ങനെ കല്ലുമ്മക്കായും ട്രൈ ചെയ്തു. പിന്നെ റോസ്റ്റഡ് കാടമുട്ട, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗോബി കോളിഫ്ലവർ ഫ്രൈ, അതേപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ ചെറിയ മസാല ടൈപ്പ് അതും ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി. ഞങ്ങൾ നേരെ പാരഗണിലേക്കാണ് ഗൈസ് പോയത്. പാരഗണിലൊരു 1.25 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. പാരഗണിലും ചെന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ ഓർഡർ ചെയ്തത് അവിടെ നാടൻ ചിക്കൻ സൂപ്പാണ്. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ സൂപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഈ നാടൻ ചിക്കൻ സൂപ്പ് ഈസ് ഓൾസോ ഗുഡ്. നല്ല കിടിലം ചിക്കൻ സൂപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയും പൊറോട്ട, അതേപോലെ തന്നെ ബീഫ് റോസ്റ്റ്, പിന്നെ പാൻ ഫ്രൈഡ് സ്ക്വിഡ്. ഈ സംഭവം ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. കാരണം അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ആ ഫുഡെല്ലാം കംപ്ലീറ്റ് ആക്കി തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി. വീട്ടിലേക്ക് പോകുന്നത് ആക്ച്വലി കോഴിക്കോട് ബീച്ച് വഴിയായിരുന്നു പോകുന്നത്. കോഴിക്കോട് ബീച്ച് വഴി പോകുന്നതുകൊണ്ട് തന്നെ എനിക്കല്ല ബാക്കിയുള്ളവർക്ക് ഐസ് വെറുതെ ഒന്നും കൂടെ കഴിക്കാനൊരാഗ്രഹം. അങ്ങനെ ഞങ്ങളിത് ഈ ബ്ലോക്കിൽ കൂടെ ഒക്കെ പോയി ഐസ് വെറുതെ പിന്നെയും മേടിച്ചു ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങളുടെ കോഴിക്കോട് ട്രിപ്പ് ഇവിടുത്തെ ഗൈസ്. ടാറ്റ പറ എല്ലാവരും. നോക്കൂ ഇവര് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് ഐസ് വെറുതെ കഴിക്കുക രണ്ടുപേരും. ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.